friends, welcome to CMEDTech Online Academy. എയിംസ്, ജിപ്മർ, ESIC ഹോസ്പിറ്റൽസ് അടക്കമുള്ള സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കോമൺ റിക്രൂട്ട്മെന്റ് എക്സാം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അതിന്റെ നോട്ടീസ് നമ്പർ 278/2025 ആണ്. ഇതിന്റെ ആപ്ലിക്കേഷൻ ടൈം 2025 ജൂലൈ 11 മുതൽ 2025 ജൂലൈ 31 വരെയാണ് ആപ്ലിക്കേഷനുള്ള ടൈം. ഓക്കെ, ഇനി ഇതിന്റെ എക്സാമിനേഷൻ ഡേറ്റും ടെന്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റ് പബ്ലിഷ്ഡ് ആണ്. ഓഗസ്റ്റ് 25 തീയതിയും 26 തീയതിയുമാണ് ടെന്റേറ്റീവ് ആയിട്ട് ഷെഡ്യൂൾ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഡിഫറെന്റ് സ്റ്റേറ്റ്സിലേക്ക് എക്സാമിനേഷൻ സെന്റർ അവൈലബിൾ ആണ്. യൂഷ്വലി എയിംസിൽ കേരളത്തിലും സെന്റർ വരാറുണ്ട്. അപ്പൊ അതിന്റെ അഡ്മിറ്റ് കാർഡ് റിലീസ് ആവുന്നത് എക്സാമിന്റെ 3 ഡേയ്സ് മുന്നെയാണ് അഡ്മിറ്റ് കാർഡ് റിലീസ് ആവാം. ഒരു 7 ഡേയ്സ് മുന്നേ തന്നെ നമുക്ക് ഏതാണ് സ്റ്റേറ്റ് എന്നും ഒക്കെ അറിയാനായിട്ട്, സിറ്റി ഏതാണെന്നും ഒക്കെ അറിയാനായിട്ട് സാധിക്കും കേട്ടോ. സോ ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ ഓൺലൈൻ ആയിട്ടാണ് www.aimsexams.ac.in ഈ ഒരു വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ഇനി ഇതിന്റെ ഡീറ്റെയിൽസ് പറയുവാണെങ്കിൽ ഓരോ പോസ്റ്റിന്റെ, അതായത് ഓരോ സ്റ്റേറ്റ്, ഇപ്പൊ ESICയും എയിംസും എല്ലാം അത് കൺസേൺഡ് ആയിട്ട് ഏജ് ലിമിറ്റ് അതിൽ കൊടുത്തിട്ടുണ്ട് നോട്ടിഫിക്കേഷനിൽ. പ്ലസ് ഏജ് റിലാക്സേഷൻ ഉണ്ട്. OBCക്ക് 3 ഇയേഴ്സ്, SC/STക്ക് 5 ഇയേഴ്സ് ഏജ് റിലാക്സേഷൻ ഉണ്ട്. പ്ലസ് എക്സ് സർവീസ് മാൻ, അങ്ങനെ പല കാറ്റഗറീസിലേക്കും ഉണ്ട്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആപ്ലിക്കേഷൻ ഫീസ് ആണെങ്കിൽ ജനറൽ കാറ്റഗറിക്കാർക്കും OBC കാറ്റഗറിക്കാർക്കും 3000 രൂപയാണ്. EWC കാറ്റഗറിക്കും SC/ST കാൻഡിഡേറ്റ്സിനും 2400 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. അതിൽ SC/ST കാൻഡിഡേറ്റ്സിന് അത് റീഫണ്ടബിൾ ആണ്. പിന്നെ ഡിസേബിൾഡ് പേഴ്സൺസിനാണെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ഇനി ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. സോ അപ്പൊ അതിന്റെ ഡ്യൂറേഷൻ വരുന്നത് 90 മിനിറ്റ്സ് ആണ് ഡ്യൂറേഷൻ വരുന്നത്. അതായത് 1.5 മണിക്കൂറിന്റെ എക്സാം 5 സെക്ഷൻസ് ആയിട്ടാണ് നടത്തുക. 20 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് 18 മിനിറ്റ് ഉള്ള 5 സെക്ഷൻസ്. അപ്പൊ നമുക്ക് ഓരോ സെക്ഷനും ആ ടൈം ലിമിറ്റ് കഴിയുന്നതിന് മുന്നേ തന്നെ അറ്റൻഡ് ചെയ്തിരിക്കണം. കാരണം നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രീവിയസ് സെക്ഷൻ റിവൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി ടോട്ടലി 100 MCQs ആണ് വരുന്നത്. 100 MCQs ഈച്ച് മാർക്ക് എന്ന് പറയുന്നത് 4 മാർക്ക്. അപ്പൊ ടോട്ടലി 400 മാർക്കിന്റെ എക്സാം ആണ്. അതിൽ 1/4 നെഗറ്റീവ് മാർക്കിങ്ങും ഉണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻസ് 100 ക്വസ്റ്റ്യൻസ്. അതിൽ 80 ക്വസ്റ്റ്യൻസ് ഫാർമസി റിലേറ്റഡ് ആയിരിക്കും ഫാർമസിസ്റ്റിന്റെ എക്സാമിന്. പിന്നെ 20 ക്വസ്റ്റ്യൻസ് ബാക്കി നോൺ ഫാർമ, ദാറ്റ് ഇസ് GK, ആപ്റ്റിറ്റ്യൂഡ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഇനി ക്വാളിഫയിങ് മാർക്സ് ജനറൽ കാറ്റഗറിക്കാർക്കും EWSകാർക്കും 40% ആണ് മാർക്സ് വേണ്ടത് ക്വാളിഫയിങ്. ദെൻ OBC കാറ്റഗറിക്ക് 35%, SC/ST കാൻഡിഡേറ്റ്സിന് 30% ആണ് ക്വാളിഫയിങ് മാർക്സ് വരുന്നത്. സോ ഡിഫറെന്റ് സ്റ്റേറ്റ്സിലേക്ക് ESICയുടേതും എയിംസിന്റെതും ജിപ്മറിലേക്കും ഒക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അതില് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ഇൻ ഡീപ്പായിട്ട് കാണാം. 300ഓളം വേക്കൻസീസ് ഉണ്ട്. സോ അപ്പോൾ നമുക്കൊരു ഒറ്റ ആപ്ലിക്കേഷൻ ആയിട്ടാണ് ഇത് വരുന്നത്. നിങ്ങൾ ക്വാളിഫൈഡ് ആയതിനു ശേഷമാണ് നിങ്ങളുടെ ക്രൈറ്റീരിയയും കൂടി, എലിജിബിൾ ആയ ക്രൈറ്റീരിയയും കൂടി വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് സെലക്ഷൻ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക കേട്ടോ. സോ ഇതിപ്പോ എയിംസ് ഋഷികേശ് 27 വേക്കൻസീസ് ഉണ്ട്, പാട്ന 1 വേക്കൻസി, ദെൻ നെക്സ്റ്റ് പുതുച്ചേരി ജിപ്മറിലേക്ക് 4 വേക്കൻസി വിളിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഡൽഹി ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വരുന്നത് ESIC ഡൽഹിയിലേക്കാണ്. അത് 108 വേക്കൻസീസ് ഉണ്ട്. ബിഫാർമ കാൻഡിഡേറ്റ്സിനും ഡിപ്ലോമ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. ആന്ധ്രാപ്രദേശ് ESICയിലേക്ക് 6 പോസ്റ്റ് ഉണ്ട്. ഗുജറാത്തിലേക്ക് 30 പോസ്റ്റ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ മഹാരാഷ്ട്രയിലേക്ക് 13 പോസ്റ്റ് ഉണ്ട്. ദെൻ തെലങ്കാന 3 പോസ്റ്റ്. പിന്നെ ഡിഫറെന്റ് സ്റ്റേറ്റ്സിലേക്ക് പോസ്റ്റുകൾ അവൈലബിൾ ആണ്. സോ അപ്പോൾ ഇതൊരു സിംഗിൾ ആപ്ലിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നുണ്ട്. സോ CMEDTech ഓൺലൈൻ അക്കാഡമിയുടെ എയിംസിന്റെ പുതിയ ബാച്ച് 17 തീയതി ജൂലൈ 17 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് CMEDTech ഓൺലൈൻ അക്കാഡമിയിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് അവർ കോൺടാക്ട് നമ്പർ ഇസ് 9567713183. താങ്ക് യു.